പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. 50 പേരുടെ എണ്ണത്തിൽ തുടങ്ങിയതാണ്. ഒന്നാമത്തെ വായനയിൽ നമ്മൾ വായിക്കുന്നതാണ്. സോദോം എന്ന് പറയുന്ന നഗരത്തെ സ്വർഗം നശിപ്പിക്കാൻ ആലോചിക്കുന്ന സമയത്ത് തടസ്സമായി നിന്നുകൊണ്ട് അബ്രഹാമാണ് തുടങ്ങുന്നത്. 50 പേര്, 50 നീതിമാന്മാർ അവിടെ ഉണ്ടെങ്കിൽ കർത്താവെ അവരെ നശിപ്പിക്കാതിരിക്കാവോ? ഈ നടുക്ക് നിന്നിട്ട് മരണത്തിൽ നിന്ന് ദൈവത്തിൻ്റെ കരുണ വാങ്ങിച്ചു കൊടുത്ത് ഈ മനുഷ്യര് തിരിച്ചെടുക്കുന്നൊരു പരിപാടിയാണ് കാണുന്നത്. 50 തുടങ്ങിയതാ. അവസാനം 10 പേരുണ്ടെങ്കിൽ പോലും ഞാൻ ആ നഗരത്തെ നശിപ്പിക്കില്ല എന്ന് കർത്താവിൻ്റെ കരുണയോടുകൂടെയുള്ള വാഗ്ദാനവും ഉറപ്പും കിട്ടിയിട്ടാണ് അബ്രഹാം അടങ്ങുന്നത് കാണുന്നത് ഇന്നത്തെ വായനയിൽ. അതിനുശേഷമുണ്ട് മധ്യസ്ഥ പ്രാർത്ഥനയുടെ ശക്തി എത്രമാത്രമാണെന്ന് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തി തരും. യാക്കോബ് ശ്ലീഹയുടെ 5-ാമത്തെ അധ്യായം 16-ാമത്തെ തിരുവചനം. നിങ്ങൾ സൗഖ്യം പ്രാപിക്കാനായി പരസ്പരം പാപങ്ങളേറ്റു പറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുവൻ, നീതിമാന്റെ പ്രാർത്ഥന അത്രയ്ക്ക് ശക്തിമത്താണ്. വചനം പറയുന്ന കാര്യമാണ്, ഫലദായകമാണ്. പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കിട്ടും. കൂടെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ ഇങ്ങനെ അതിൻ്റെ ഫലങ്ങൾ കാണാൻ പറ്റും എന്നുള്ളതാണ് വചനം പറയണേ. സുവിശേഷം എന്തൊരു ഭംഗിയായിട്ടത് കാണിച്ചു തരണേ. ഒരു ചങ്ങാതി രാത്രി സമയത്ത് വീട്ടിലേക്ക് വരുന്നു. കയ്യിലൊന്നുമില്ല. പിന്നെ ചെയ്യാനുള്ളത്, കയ്യിലുണ്ടെന്നുറപ്പുള്ള വേറൊരു ചങ്ങാതിയുടെ അടുത്ത് ചെന്ന് അയാൾ ബുദ്ധിമുട്ടാണെന്ന് നമുക്കറിഞ്ഞിട്ട് പോലും അയാളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് തന്നെ അയാളുടെ കയ്യിൽ നിന്ന് അപ്പം വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളത്. ഈ ചങ്ങാതി വന്നു കയറിയ ആള് അത്രയ്ക്ക് വിശപ്പുള്ളത് കൊണ്ട് തന്നെ അയാളെ ഉപേക്ഷിക്കില്ല എന്ന ഉറപ്പോടുകൂടെ മനസ്സുറപ്പിച്ചുകൊണ്ടാണ് മറ്റൊരാൾ ബുദ്ധിമുട്ടിയാലും കുഴപ്പമില്ല, ഞാൻ അയാളുടെ മുൻപിൽ നാണം കിട്ടാലും കുഴപ്പമില്ല, എൻ്റെ വില പോയാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഇയാൾ പോകുന്നേ. അയാൾ വാങ്ങിച്ചു കൊടുക്കണമുണ്ട്. ശരിയാണെന്നേ, കയ്യിലൊന്നുമില്ല. കൺമുൻപിൽ കാണുന്ന വേദനിക്കുന്ന നിസ്സഹായരായിരിക്കുന്ന, കയ്യിൽ ഒന്നുമില്ലാതെ ഇങ്ങനെ ജീവിതം തകർന്നുകൊണ്ടിരിക്കുന്ന പലരെയും സഹായിക്കാൻ എൻ്റെ കയ്യിലൊന്നുമില്ല. പക്ഷേ ഉള്ള തമ്പുരാൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ നടുക്ക് നിന്ന് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് 1-ാം വായനയും സുവിശേഷവും ഒക്കെ നമുക്ക് പറഞ്ഞു തരുന്ന ഓർമ്മപ്പെടുത്തൽ. അത് നമ്മുടെ നിയോഗമാണെന്നുകൂടെ പറഞ്ഞു തരും. ഇങ്ങനെ ഒന്നുമില്ലാത്തൊരാളുടെ തൊട്ടടുത്ത് നിന്ന് ആകാശങ്ങളിലേക്ക് അവിടുത്തെ കരുണയ്ക്ക് വേണ്ടി മിഴികൾ ഉയർത്തി പ്രാർത്ഥിച്ച് ആ കരുണയിൽ നിന്ന് ഇവന് വേണ്ടി അനുഗ്രഹം വാങ്ങിച്ചു കൊടുക്കുന്ന നന്മയുടെ പേരാണ് മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയണേ. വിശുദ്ധ കൊൺറാഡിനെയാണ് ഓർക്കണ്ടേ. ഒന്നും കയ്യിലില്ലാത്തൊരു തുണ സഹോദരൻ, കപ്പുച്ചിനാണ്. കപ്പുച്ചിൻ വൈദികരുടെ കൂടെ ആശ്രമത്തിൽ താമസിക്കുന്ന ഒരു തുണ സഹോദരൻ. പലപ്പോഴും ഇങ്ങനെ തിരക്ക് മൂലം അച്ഛന്മാരെയൊക്കെ കാണാൻ പറ്റാതെ വരുന്ന ചില മനുഷ്യർ ഇറങ്ങിപ്പോരുമ്പോൾ ഇയാൾ അവിടെ നിൽക്കുന്നുണ്ടാവും. എന്തു പറ്റി? കാര്യം പറയും. ഒറ്റാളുടെ പ്രയാസം കേൾക്കുള്ളൂ. കണ്ണീരടക്കാൻ പറ്റാതെ മുറിയിലേക്ക് ഓടിപ്പോകും. അവിടെ ഒരു ദ്വാരം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ ദ്വാരത്തിൽ നിന്ന് നോക്കിയാൽ പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ചിരിക്കുന്ന പള്ളിയാണ്. അങ്ങോട്ട് നോക്കി നീണ്ട കരച്ചില. ഇറങ്ങി വരും. അടുത്ത ആൾ വന്നിട്ടുണ്ട്. എന്തു പറ്റി? ഇന്നതാണ് കാര്യം. അടുത്ത സങ്കടവുമായിട്ട് പിന്നെയും പോവും. കയ്യിലൊന്നുമില്ല. പക്ഷേ കേൾക്കുന്ന ഓരോ പ്രാർത്ഥനയ്ക്കും, ഇയാളുടെ ചെവികളിൽ വന്ന് പതിക്കുന്ന ഓരോ പ്രാർത്ഥനയ്ക്കും, ഇയാളുടെ മിഴിനീര് ഓരോ കണ്ണീർ കണങ്ങൾക്കും സ്വർഗം ഇങ്ങനെ ഉത്തരം കൊടുക്കുന്നത് കാണുന്നുണ്ട്. ആരാണോ ഈ പ്രയാസമെന്ന് പറയുന്നത്, പിറ്റേ ദിവസം അയാൾക്ക് അതിൻ്റെ അനുഭവം കിട്ടുന്നുണ്ട്. കയ്യിലൊന്നുമില്ല, പക്ഷേ മുട്ടുമ്മ നിന്ന് കരങ്ങൾ വിരിച്ച് കണ്ണീരൊഴുക്കി ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നോ അവർക്കെല്ലാം അനുഗ്രഹം കിട്ടുന്നതായിട്ട് മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ കാലങ്ങളായി നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണെങ്കിൽ, നമ്മുടെ കുടുംബത്തിലുള്ള പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ പരസ്പരം പ്രാർത്ഥിക്കാത്തത് എന്താ? അപ്പന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് എത്ര നാളായി? ആലോചിച്ച് നോക്കിയേ. കുഞ്ഞുനാളിലെങ്ങോ കർത്താവെ അപ്പൻ പാപ്പം കൊണ്ടുവരാനായിട്ട് ആരോഗ്യം കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ച നമ്മളാ.
അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് എത്ര കാലമായി? മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, ഇല്ലെന്ന് പറയണില്ല. സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് എത്ര കാലമായി? ഭാര്യ ഭർത്താവിന് വേണ്ടിയും ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചിട്ട് എത്ര കാലമായി? മധ്യസ്ഥ പ്രാർത്ഥനയൊക്കെ പ്രിയപ്പെട്ടവരെ ഇന്ന് തുടങ്ങണ്ടേന്നേ. ഇന്ന് മുതൽ, അതാ ഇപ്പോൾ ഈ നിമിഷം മുതൽ അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങി നോക്കി. എൻ്റെ കയ്യിൽ ഒന്നുമില്ല, സഹായിക്കാൻ പറ്റാത്ത വിധത്തിൽ അവരൊന്നും ഷെയർ ചെയ്യണത് പോലും ഇല്ല. ഇവരെ തിരിച്ചെടുക്കാൻ പറ്റാത്ത വിധത്തിൽ ഇവർ കൈവിട്ടു പോയിട്ടുണ്ടാവും. പക്ഷേ ഞാൻ ആരുടെ മുൻപിലാണ് ഇങ്ങനെ കരുണയ്ക്ക് വേണ്ടി കണ്ണീരോടുകൂടെ കരം വിരിച്ച് പ്രാർത്ഥിക്കുന്നത്? അനുഗ്രഹം ലഭിച്ചിരിക്കും. ശക്തമാണ് പ്രാർത്ഥന, അത്രയ്ക്ക് പവർഫുള്ളാണ്, അത്രയ്ക്ക് പവർഫുള്ളാണ്. കൂടെയുള്ളവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന തീർച്ചയായും സ്വർഗം കേട്ടിരിക്കുമെന്നേ. പ്രിയപ്പെട്ടവരെ ഓരോരുത്തരെയും സമർപ്പിച്ച്, പരിചയക്കാരെ ഓരോരുത്തരെയും സമർപ്പിച്ച്, നമ്മുടെ പ്രാർത്ഥനകൾ ആവശ്യമുള്ള ഒരുപാട് പേരെ, നമ്മുടെ ഓർമ്മയിലുള്ളവരെ, നമുക്കറിയാൻ പാടില്ലാത്തവരെ, നമ്മുടെ കൺമുൻപിൽ കിടന്നിട്ട് നമ്മൾ കാണാതെ പോകുന്നവരെ, നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത വേദനകളിലൂടെ കടന്നു പോകുന്നവരെല്ലാവരെയും ഈ നിമിഷം സമർപ്പിച്ചുകൊണ്ട് അവർക്കെല്ലാവർക്കും വേണ്ടി കരം കൂപ്പി നിന്ന് കർത്താവിൻ്റെ തിരുമുൻപിൽ പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ അനുഗ്രഹം എനിക്ക് വേണ്ടി മാത്രമല്ല കർത്താവെ, ഇങ്ങനെയുള്ള എല്ലാവർക്കും വേണ്ടി കൊടുക്കണേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദത്തിനാണ് ഞാൻ. പരിശുദ്ധ സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എത്രയോ പേരുടെ പ്രാർത്ഥനകളുടെ ബലത്തിലാണ് ഇന്ന് ഈ ജീവിതം ഇപ്പോഴും നിലനിൽക്കുന്നതെന്നുള്ള കൃതജ്ഞതയോടുകൂടെ വേണം ഇന്ന് കിടക്കകളിലേക്ക് പോകാൻ. ആ സമയം ആർക്കൊക്കെയോ വേണ്ടിയിട്ടുള്ളൊരു പ്രാർത്ഥനയും ഉള്ളിൽ കരുതണം. അത് അവരുടെ ജീവിതത്തിന് ഈ രാത്രി ബലമായി മാറിയെങ്കിലോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.